അത് നമ്മൾ ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഈ വേൾഡ് കപ്പ് പൊതുവേ ഒരു ഓൾ ഉണ്ടാവില്ല, ഗാലറികൾ ശൂന്യമായിരിക്കും, വിസ പ്രശ്നങ്ങളുണ്ട്, ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നത് ഭയങ്കര മാറ്റമാണ്. അത്യാവശ്യം ഭയങ്കര ആരവങ്ങളുണ്ട് സ്റ്റേഡിയത്തിൽ. എങ്ങനെയാണ് ഒരു വേൾഡ് കപ്പിന് വിലയിരുത്തുന്നത്? എങ്ങനെ? അതിന് വലിയൊരു കാരണം 3 ഹോസ്റ്റ് രാജ്യങ്ങളും നല്ല പ്രദർശനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് കാരണം ആ നാട്ടിലത്തെ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഇപ്പോൾ US ഒക്കെ ഭയങ്കര പ്രകടനമായിരുന്നു. ഒരു കളി 4-1 ജയിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഭയങ്കര ഇൻത്യൂസിയാസം. മെക്സിക്കോ നന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊരു ആവേശം. കാനഡയും വളരെ മികച്ച ഒരു കളി കളിച്ചു ഖത്തറിനെതിരെ. അപ്പം ഇവിടെയൊക്കെ ആ ഒരു മൂഡ് ഇങ്ങനെ കൂടിക്കൂടി വരും. അതിനെപ്പറ്റി അവർക്ക് കോമ്പറ്റീഷനിൽ ഡീപ്പായി പോവാന്നുള്ളൊരു ആഗ്രഹവും ഇതൊക്കെ ഉണ്ട്. പിന്നെ ബ്രസീൽ, അർജൻറ്റീന ഇങ്ങനത്തെ ടീമുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ക്രൗഡ് ഉണ്ടാവും. പിന്നെ ഇപ്പം ഇറാൻ്റെ ഒക്കെ കാര്യത്തിൽ ലോസ് ആഞ്ചലസിനെ പറ്റി ടെഹ്റാഞ്ചലസ് എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. വെച്ചാൽ ഇറാൻ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്തൊരു സിറ്റിയാണ്. അപ്പോൾ ആ കാണികളൊക്കെ ഇറാൻ്റെ കളിക്കാരെ സപ്പോർട്ട് ചെയ്യും, ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കും. ഒരു ഒട്ടുമിക്ക എല്ലാ മാച്ചുകൾക്കും ഗാലറിയിൽ ആളുണ്ട്. പ്രധാന കളികൾക്ക് എന്തായാലും മെക്സിക്കോയിൽ മാത്രം ഞാൻ കുറച്ച് empty സീറ്റ്സ് കാണും. അത് പിന്നെ സൗത്ത് അമേരിക്കൻ ടീംസും മെക്സിക്കോയും കളിക്കാത്ത, സൗത്ത് അമേരിക്കൻ ടീം കളിക്കുമ്പോൾ അവരുടെ ഫാൻസ് ആയിരക്കണക്കിന് വരും അവിടുന്ന് ഫ്ലൈറ്റ് ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു ആഫ്രിക്കൻ ടീം, ഒരു യൂറോപ്യൻ ടീമൊക്കെ കളിക്കുമ്പോൾ മെക്സിക്കോയിൽ കുറച്ച് സീറ്റ്സ് കുറവായിരുന്നു. ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത്. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കളി നിർത്തുന്നു. അതിൽ പല ഒപ്പീനിയൻസ് ഉണ്ട്. ഭൂരിഭാഗം പേരും ഇത് കളിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലോയെ കളയുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കെലോണിയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അതായത് ഒരു കളിയിൽ ഓൾറെഡി വീക്കിലുള്ള ടീം ഏതാണോ അവർക്ക് അഡ്വാൻറ്റേജ് ആണ് ഈ ബ്രേക്ക് നൽകുന്നതാണ്. അതിനുശേഷം അവർ കൂടുതൽ നന്നായി കളിക്കുന്നു എന്നൊക്കെയാണ് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. തോമസ് ടൂക്കൽ വളരെ ഇതായിട്ട് പറഞ്ഞു. ആകെ അത് അനുകൂലിച്ചിട്ടുള്ളത് ഡെലഫ്യുവൻ്റെയാണ്, സ്പെയിനിൻ്റെ. ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ചില കളി ഇന്ന് രാവിലെ ഞാൻ കണ്ട കളി കൊളംബിയ കോങ്കോ കളി, അത് 19 ഡിഗ്രിയും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം കളിക്കാർക്ക് ബ്രേക്ക് അല്ല ആവശ്യം. ശരിക്കും അവർ ഓടേണ്ടത് നിർത്തിക്കഴിഞ്ഞാലാണ് മസിൽ സ്റ്റിഫ്നെസ്സും പിന്നെ ഇഞ്ചുറി ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പം ആ സമയത്ത് ഹൈഡ്രേഷൻ ബ്രേക്കിന് ഒരു പ്രസക്തി ഇല്ല. ഫിഫ പറയുന്നത് എല്ലാ കളിക്കും ഒരേ റൂള് വേണ്ട, അപ്പോൾ ചൂടുള്ള കളിക്ക് മാത്രം ഞങ്ങൾ കൊടുത്താൽ മറ്റേ കോച്ചസോ മറ്റേ ടീമുകളോ കംപ്ലയിൻ ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ ഈ കളിക്ക് ഇടയ്ക്ക് തന്നെ അമേരിക്കയുടെ 2ാമത്തെ കളിക്ക് ഇടയ്ക്ക് ആൻ്റണി റോബിൻസൺ, ഫുള്ളമിൻ്റെ ഫുൾ ബാക്കും US-ൻ്റെ ലെഫ്റ്റ് ബാക്കും ആയ ആൻ്റണി റോബിൻസൺ പറഞ്ഞു, റെഫറിയോട് ചോദിച്ചു അല്ല ബ്രേക്ക് കഴിഞ്ഞില്ല. അപ്പോൾ റെഫറി പറഞ്ഞ പേടിക്കേണ്ട, ആഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാരനോട് പറഞ്ഞു. അതെ, കളിക്കാരനോട് പറയുന്നു റെഫറി. അപ്പോൾ അതൊരു വളരെ ഒരു ബാഡ് ലുക്കാണ് ശരിക്കും. എന്തുകൊണ്ട് ഈ ബ്രേക്ക് വന്നു എന്നുള്ളത് മാർക്കറ്റിംഗ് പർപ്പസിനാണ് ആ ബ്രേക്ക് എന്നുള്ളൊരു. എന്നുവെച്ചാൽ നമ്മൾ ആയിരക്കണക്കിന് കോടികളല്ല, 1000 കോടികളുടെ കണക്കാണ് വരുന്നത്. ഓരോ കളിയിലും 6 മിനിറ്റിൻ്റെ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എത്ര കമേഴ്ഷ്യലായി. അത് ഓരോ കമേഴ്ഷ്യൽ സ്ലോട്ടിന് എത്രയോ $1 മില്യൺ കൊടുക്കുന്നത്. അങ്ങനെ 104 കളിയും. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് ചെയ്താൽ തന്നെ അറിയാം എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരുപാട് പുതുമകളുള്ള വേൾഡ് കപ്പാണ്. ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ട്, 48 ടീമുണ്ട്, റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്നത് വന്നു, മികച്ച 3ാം സ്ഥാനക്കാർ എന്ന് പറയുന്ന ഒരു വന്നു. ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും വേൾഡ് കപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഈ 3ാം സ്ഥാനം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതിപ്പോൾ അവസാനം ഇത് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ US-ൽ ലോകകപ്പ് നടന്നപ്പോൾ 94. അപ്പോൾ 24 ടീമേ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ 8 ടീമുകൾ അല്ല 8 ആയിരുന്നില്ല, 4 ബെസ്റ്റ് 3rd പ്ലേസ് ടീംസ് ഇവിടെ ക്വാളിഫൈ ചെയ്യുക. അങ്ങനെയാണ് കൊളംബിയൊക്കെ പുറത്താവുന്നത്. ഇത്തവണത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കോട്ട്ലൻഡ് ഇന്ന് രാത്രി ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ സ്കോട്ട്ലൻഡിന് അറിയില്ല അവർക്ക് ജയിക്കണോ ഡ്രോ ചെയ്യണോ അതോ തോറ്റാലും കയറുമോ എന്നറിയില്ല. ഇപ്പോൾ 3 പോയിൻ്റേ ഉള്ളൂ. 3 പോയിൻ്റ് മതിയാവോ എന്നറിയില്ല. അവസാനം കളിക്കുന്ന ടീമിന് ഇപ്പോൾ ഗ്രൂപ്പ് K, ഗ്രൂപ്പ് L ഒക്കെ വരുമ്പോൾ ആ ഗ്രൂപ്പിലത്തെ ടീമുകൾക്കൊക്കെ അറിയാം, അവർക്ക് കൃത്യമായിട്ട് അറിയുണ്ടാവും എന്ത് വേണം അടുത്ത റൗണ്ടിലെത്താൻ, എത്ര ഗോൾ അടിക്കണം എന്ന് വരെ അവർക്ക് അറിയാൻ പറ്റും.
അപ്പം അത് ശരിക്കും ഒരു അൺഫെയർ ഒരു ഇതാണ്. ഈ ആദ്യം കളിക്കുന്ന ഇന്ന് രാത്രി കളിക്കണ 3 ഗ്രൂപ്പ് എന്നുള്ള മെക്സിക്കോൻ്റെ ഗ്രൂപ്പ്, ബ്രസീലിൻ്റെ ഗ്രൂപ്പ്, കാനഡയുടെ ഗ്രൂപ്പ്, ഇവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം 3-ാം സ്ഥാനം ഉറപ്പിക്കാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി. അതുപോലെ മത്സരങ്ങളുടെ എണ്ണം കൂടി. ഇത് ഒരു തരത്തിൽ സ്കോർ ഡെപ്ത് ഉള്ള ടീമുകൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും തോന്നുന്നു. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അത് ഏത് രീതിയിലായിരിക്കും അത്? അതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രാൻസ് 2ാമത്തെ കളിയിൽ ഡുവെ ബെഞ്ച് ചെയ്തിട്ട് ബാർക്കുള്ള അധികം 80 മിനിറ്റായിട്ട് കളിച്ചു. ഇപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ അടുത്ത കളിയിൽ ചിലപ്പോൾ എസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ബെല്ലിംഗമിന് പകരം റോജേഴ്സ് കളിക്കും. അങ്ങനത്തെ അവർക്ക് ടീം വീക്കാക്കാതെ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഫ്രാൻസ് ആയാലും ഇംഗ്ലണ്ട് ആയാലും. ഇപ്പോൾ അർജൻറ്റീന അതേപോലെ ഇപ്പോൾ അൽമാഡെ മാറ്റി നിക്കോ പാസിനെ കളിപ്പിച്ചാൽ അവർ പെട്ടെന്ന് വീക്കാവാനൊന്നും പോകണ്ട. അല്ലെങ്കിൽ ഒരു കളിയിൽ സിമിയോണെ കളിപ്പിച്ചാൽ. അപ്പം അങ്ങനെ വലിയ സ്ക്വാഡുള്ള ടീം. ബ്രസീലിന് അതേപോലെ അറ്റാക്കിങ് മുൻനിരയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റയാനായാലും എൻട്രിക് ആയാലും നെയ്മർ, മാർട്ടിനല്ലി കളിച്ചു എന്ന് വരാം. അപ്പം ഈഗോർ തിയാഗോ തിരിച്ചു വന്നു എന്ന് വരാം. അപ്പം അങ്ങനത്തെ ടീമുകൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൽ നമ്മൾ പൊതുവേ പറയുന്നത് ഈ അമേരിക്കയിലെ ക്ലൈമറ്റ് യൂറോപ്യൻസിന് ഭയങ്കര പ്രശ്നമാവും എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ യൂറോപ്യൻ ടീമുകളും കളിക്കുന്നത് കൂടുതൽ ബ്ലാക്ക്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഏതേ രീതിയിൽ ഇപ്പോൾ പണ്ടൊക്കെ സ്വിറ്റ്സർലൻഡ് ടീം എനിക്ക് ഓർമ്മയുണ്ട്, 94 US കളിച്ചപ്പോൾ അത് ഓൾമോസ്റ്റ് ഫുള്ളി വൈറ്റ് ടീമാണ്. ഒരു പോണിറ്റെയിലുള്ള ആലൻ സുട്ടറായിരുന്നു അവരുടെ ബെസ്റ്റ് കളിക്കാരൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാനിറ്റ് ഷാക്ക വരെ ശരിക്കും സ്വിസ് അല്ല, അൽബേനിയൻ ആൻഡ് കോസവോ ആൻസിസ്ട്രിയാണ് ഷാക്കയുടെ. പിന്നെ ഇപ്പോൾ മൻസാംബി എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്കോള അമ്മ കോങ്കോ, അങ്ങനെ എന്തോ ഒരു കോമ്പിനേഷനാണ്. ബ്രീലെംബോളോ കാമറൂൺ. അപ്പം അങ്ങനത്തെ ഫുൾ ഇമിഗ്രൻ്റ്. ഇതിപ്പോൾ ഫ്രാൻസൊക്കെ പിന്നെ പറയേ വേണ്ട. ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്പെയിനിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കളിക്കാർ യമാലായാലും നിക്കോ വില്യംസ്. ഗാന എന്ന ചേട്ടൻ ഗാനയ്ക്ക് അനിയൻ സ്പെയിനിന്. അങ്ങനത്തേതാണ്. ഈ ഫ്രാൻസിൽ ജനിച്ച 100ഓളം കളിക്കാർ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയും കളിക്കുന്നത്. അതെ, 97 പേര് അങ്ങനെ പല രാജ്യങ്ങൾക്കായിട്ട്. മൊറോക്കോ, ഈ അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സിഡാൻ്റെ മകൻ അൽജീരിയക്ക്, അങ്ങനെയൊക്കെ. അതിൽ അതുപോലെ തന്നെ നമ്മൾ ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരുപാട് പൊളിറ്റിക്കൽ കൺസേൺസ് ഉണ്ടായിരുന്നു, ഈ വാറിൻ്റെ ഇഷ്യൂ അതൊക്കെ. പക്ഷെ ഇതൊന്നും ഇപ്പോൾ അങ്ങനെ വേൾഡ് കപ്പിൽ കേൾക്കുന്നില്ല. അതെന്തായിരിക്കും കാരണം? ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു നീക്കമായിരിക്കും. അതിപ്പം ഇറാൻ്റെ കളിക്കാർ വരെ അവർ ആ 2ാമത്തെ കളി കഴിഞ്ഞിട്ട് ഒരു പീസിൻ്റെ മെസ്സേജ് എഴുതിയിട്ടാണ് അവർ പോയത്. അല്ലാതെ ആർക്കും ഇനിയും യുദ്ധം വരണമെന്നൊന്നും ആഗ്രഹമില്ല. കളിക്കാരായാലും ഫാൻസ് ആയാലും നമുക്ക് ആർക്കും താല്പര്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് കാരണം വളരെ പൊളിറ്റിക്കൽ. ഇപ്പം യുദ്ധം നടക്കണ സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ ഇപ്പം ആരും എനിക്ക് തോന്നുന്നില്ല ഒരു ഇതുണ്ടാവും. ഒരുപാട് വേൾഡ് കപ്പ് സാർ കണ്ടിട്ടുണ്ടാവും എത്രയോ കാലത്തെ. അതിൽ നിന്ന് ഈ വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രകടമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നന്നായി? എനിക്ക് ഏറ്റവും സന്തോഷം വന്നിട്ടുള്ളൊരു കാര്യം, വളരെ മിക്ക ടീമുകളും വളരെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാൻ നോക്കുക. അതിപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കാത്ത ഇപ്പോൾ ഒരു കാനഡ വരെ ഭയങ്കര ഒരു ഫ്രണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ശൈലിയാണ്. യൂറോപ്പിലത്തെ പല ടീമുകളും ഇപ്പോൾ സ്വിറ്റ്സർലൻഡൊക്കെ വളരെ നല്ല ഓപ്പൺ ഒരു കളിയാണ് കളിക്കണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുറച്ച് ആഫ്രിക്കൻ കാർലോസ് ക്യൂറോഷിൻ്റെ ഗാന മാത്രം എപ്പോഴും സഫർ ബോൾ കളിച്ചിട്ട് മുന്നോട്ട് പക്ഷെ അവർക്ക് നേടേണ്ടത് നേടിക്കഴിഞ്ഞു. 2ാം റൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പാണ്. ഇപ്പം 4 പോയിൻ്റായി. പക്ഷെ അങ്ങനത്തെ കളി കളിക്കണം വളരെ ചുരുക്കം ടീമുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഏറ്റവും വലിയ വിമർശനമാണ് ഈ റഫറിങ്ങിനെ കുറിച്ച്. പലരും കുറേ ഫാൻസിന്റെ വാദങ്ങളാണ്. ഇപ്പം മെസ്സിക്ക് അതേ ടാക്കിളിന് ഞാൻ ഇന്ന് രാവിലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അത് വാറിനെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അവർ ഓൺ ഫീൽഡ് റഫറിയുടെ ഡിസിഷൻ അത്ര വലിയൊരു തെറ്റല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോൾ റെഫറി യെല്ലോ കാർഡ് കൊടുത്തിരുന്നെങ്കിൽ വാറിന് അത് റെഡാക്കാൻ പറയാൻ പറ്റും. പക്ഷെ ഒരു യെല്ലോയും കൂടി കൊടുക്കാത്ത സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അവർക്ക് ഒരു ഫൗൾ കണ്ടിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല വാറിന്. ഇപ്പോൾ ഒരു റഫറിക്ക് മുമ്പേ അല്ലെങ്കിൽ റഫറിക്ക് ഒരു അറിയിപ്പ് കൊടുക്കാൻ പറ്റില്ല വാറിന്. ബോക്സിലത്തെ ഫൗളൊക്കെ ആണെങ്കിൽ പറ്റും. പക്ഷെ ഇതിപ്പോൾ ഒരു
യെല്ലോ കാർഡ് ഇത് അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ സീരിയസ് ഫൗൾ പ്ലേ റെഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ ഇതിപ്പോൾ ഒരു കാർഡും കൂടി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇപ്പം ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ മാച്ചിൽ ജോർഡൻ പിക്ഫോർഡ് ഓടി വന്നിട്ട് ഇത്രയും തട്ടി താഴിട്ട്, പക്ഷെ അത് ഫോർവേഡ് ബോൾ തട്ടാത്തത് കാരണം രക്ഷപ്പെട്ടു. അതൊക്കെ അല്ലെങ്കിൽ ശരിക്കും സ്ട്രേറ്റ് റെഡാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ റെഫറികളും ഓരോ ഇൻ്റർപ്രിറ്റേഷനാണ്. ഇപ്പോൾ മെസ്സിയുടെ ഇതിൽ തന്നെ EPL ആണെങ്കിൽ അത് സ്ട്രേറ്റ് റെഡാണ്. ആ കാല് കാല് മറ്റവൻ്റെ കാഫിൽ തട്ടേണ്ടത് അത് ഇൻറ്റൻറ്റ് ഉണ്ടോയെന്നൊന്നും നോക്കണില്ല EPL. ഇപ്പം അങ്ങനത്തെ ഫൗളിന് ഇപ്പോൾ മുടി വലിച്ചതിന് വരെ സ്ട്രേറ്റ് റെഡ് കൊടുക്കണതാണ്. പക്ഷെ തിയറി ആവുമ്പോഴേക്ക് പറയേണ്ടത് അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇൻറ്റൻറ്റ് നോക്കിയിട്ട് വേണം കാർഡ് കൊടുക്കാൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. സാധാരണ ബാലൻഡിയോർ സർക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും വേൾഡ് കപ്പിൽ വെച്ച ആൾക്കാർക്കാണ് കൊടുക്കാറുള്ളത്. ഈ വർഷത്തെ ഒരു കുറച്ച് മത്സരങ്ങളായിട്ടുള്ള കൂടുതൽ മത്സരം നടക്കാറുണ്ട്. പക്ഷേ യൂറോപ്യൻ സീസൺ അവസാനിച്ചതാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കൂടുതൽ ചാൻസ് ഉള്ള 2-3 പേര് ആരൊക്കെയായിരിക്കും? ഇപ്പോൾ ബയണ്ണുണ്ടാവും, ബയണ്ണും PSG ഇപ്പോൾ ഇംഗ്ലണ്ട് എത്ര ദൂരെ എത്തുന്നത്. ഹാരി കെയിൻ്റെ ഭയങ്കര ഒരു സീസണായിരുന്നു. കൊളംബിയ എനിക്ക് ജയിക്കും തോന്നുന്നില്ല, അല്ലെങ്കിൽ ലൂയിസ് ഡിയാസിന് ചാൻസ് ഉണ്ട്. ഒളീസെ വളരെ നല്ല ചാൻസ് ഉള്ള കളിക്കാരനാണ്. PSG ഇപ്പോൾ ഡെംബെലെ ആയാലും ഡുവെ ആയാലും ആര് ഗോൾ അടിക്കുന്ന അനുസരിച്ചിരിക്കും. എംബാപ്പയുടെ ക്ലബ് സീസൺ കാരണം. പക്ഷെ 10 ഗോളൊറ്റ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിക്ക് കിട്ടി. ക്ലബിൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആ ഗോൾസ് കാരണം ലോകകപ്പ് ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന് എത്രയായാലും അധികം വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഒരു മെസ്സിയോ എംബാപ്പിയോ ഈ ലോകകപ്പിൽ 10 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അതെ തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അതിന് ലോകകപ്പാണ് ഏറ്റവും വലിയൊരു പ്രൈസ് ശരിക്കും. വേൾഡ് കപ്പ് പരിഗണിച്ചിട്ടായിരിക്കും ബാലൻഡിയോർ നൽകുക. അതിന് കുറേ വെയിറ്റേജ് കിട്ടും. ഇപ്പം എംബാപ്പയുടെ ഇപ്പോൾ ലീഗ് സീസൺ ഒന്നും ജയിച്ചില്ല, പക്ഷെ കുറേ ഗോൾ അടിച്ചു റയലിന് വേണ്ടി. ഇപ്പം അത് കൂടാതെ ഇപ്പോൾ 10 ഗോൾ ലോകകപ്പിൽ അടിക്കുന്നു, ഫ്രാൻസ് ജയിക്കും ചെയ്യണു. അല്ലെങ്കിൽ ഇപ്പോൾ ഹാളൻഡ് 10 ഗോൾ അടിച്ചിട്ട് നോർവേ ജയിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കിട്ടും. തീർച്ചയായിട്ടും നമുക്കിവിടെ നിർത്താൻ തോന്നുന്നു. കൂടുതൽ ലോകകപ്പ് വിശേഷങ്ങളുമായി മറ്റൊരിക്കലിരിക്കാം.